പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അത് പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം എൻ്റെ 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദൈവ ചിന്തയാണ് നാം വായിച്ചു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ഹല്ലേലൂയ. അപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അതിപ്രശസ്തമായ ചില കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഭൂമിയെ തന്നെ ദൈവം ന്യായം വിധിക്കുവാനായിട്ടുള്ള എല്ലാ പദ്ധതികളും ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നാം ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടതിനും ദൈവിക പ്രവൃത്തിയെ നാം തിരിച്ചറിയേണ്ടതും ആവശ്യമായതുകൊണ്ട് മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നാം ബോധ്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. എത്ര ഉന്നതനും മരിക്കും, എത്ര ചെറിയവരും മരിക്കും. അത് നമുക്കറിയാം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുള്ള എല്ലാവർക്കും മരണമുണ്ട്. അത് ലോകത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ യാഥാർത്ഥ്യമാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. മരണം യാഥാർത്ഥ്യമായിരിക്കുന്ന പോലെ തന്നെയാണ് മരണാനന്തര ജീവിതവും. ചിലർ മരണാനന്തര ജീവിതം ഇല്ലെന്നാണ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്നത് മരണം കൊണ്ടല്ല ഇവിടെ അവസാനിക്കുകയാണ് എന്നൊക്കെ ചിലർ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നാൽ ചിലർ പറയുന്നത് എന്താണ്? മരണാനന്തരം, സ്തോത്രം, അല്ലെങ്കിൽ മറ്റെന്തോ ജീവികളായി പുനർജനനം പ്രാപിക്കുന്നു എന്നും പഠിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പഠനങ്ങളും ചിന്താഗതികളും എല്ലാം വെറും മിഥ്യാസങ്കല്പങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിനാണ് വേദപുസ്തകം നമുക്ക് വ്യക്തമായിട്ടും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പം ഈ ബൈബിൾ വായിക്കുവാൻ അല്ലെങ്കിൽ നമ്മളൊരു മതം മാറണമെന്നൊന്നുമില്ല. ഏതൊരു മനുഷ്യനും സത്യം അറിഞ്ഞിരിക്കുവാൻ ഏത് മതഗ്രന്ഥങ്ങളും വായിക്കുന്നതിന് കുഴപ്പമില്ലെന്നുള്ള ചിന്താതിക്കാനായാൽ. ഹല്ലേലൂയ. അപ്പം ബൈബിൾ വായിക്കുന്ന വ്യക്തിക്ക് ഖുർആൻ വായിക്കരുതൊന്നുമില്ല, ഖുർആൻ വായിക്കുന്ന വ്യക്തിക്ക് രാമായണം വായിക്കരുതൊന്നുമില്ല. അപ്പം ഇതെല്ലാം ലോകത്തിൽ ഒന്നിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മതക്കാരും ഓരോരുത്തരുടെ വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട്. നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിതെല്ലാം വായിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷെ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതെല്ലാ മതങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മതങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് മരണാനന്തര ജീവിതം ഉണ്ടെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിൽ വെച്ചാണ് നമുക്ക് തിരിച്ചറിവ് വേണ്ടിയത്. മരണാനന്തര ജീവിതമുണ്ടെന്നൊരു ബോധ്യം എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെ നാം വിട്ട്, പാപപ്രവൃത്തികൾ നാം വീഴാതെ ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമ്മെ തന്നെ ഒരുക്കി എടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാകുന്നത് പോലെ തന്നെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അത് ന്യായവിധി. മരണാനന്തരം നമുക്കൊരു ന്യായവിധിയുണ്ട്. ഈ ന്യായവിധിയിലൂടെ സകല മനുഷ്യനും കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. അത് എത്ര ഉന്നതനായിരുന്നാലും ന്യായവിധിയെ കടന്നേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് മറ്റൊരു തുടക്കമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അതുകൊണ്ട് ഈ ന്യായവിധി എന്നുള്ളത് മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത് ന്യായവിധി എന്നതോ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കും. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവർ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് ഹല്ലേലൂയ വരുന്നതുമില്ല. അപ്പം ന്യായവിധി ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്.
അതേപോലെ ഈ ഭൂമിയിൽ മരിച്ചിരിക്കുന്ന സകല മനുഷ്യരും, ഹല്ലേലൂയ, മനുഷ്യൻ്റെ മരണം വ്യത്യസ്ത തരങ്ങളിലാണ്. ചിലർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവരുണ്ട്, ചിലർ വിമാനാപകടത്തിൽ മരിക്കും, ചിലർ അഗ്നിക്കകത്ത് തീപ്പൊള്ളലേറ്റ് മരിക്കും, ചിലർ അപകടത്തിൽ മരിക്കും. അങ്ങനെ എങ്ങനെയെല്ലാം മരിച്ചാലും പ്രൈസലോട് നമുക്കറിയാം, മരണത്താൽ മനുഷ്യനെ കണ്ടു കിട്ടാത്തവരുണ്ട്. ചില വെള്ളത്തിലും കടലിലും ഒക്കെ പുഴയിലേക്ക് പോയി മരിച്ചവരെ കണ്ടുകിട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ കണ്ടുകിട്ടാത്തവരെ പോലും ദൈവം തന്നെ ന്യായവിധി നാളിൽ ഉയർപ്പിക്കും എന്നുള്ളതാണ്. പ്രൈസലോട്, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് പ്രിയരേ, മരണത്തിന് ശേഷം പാപികൾക്കും ദുഷ്ടന്മാർക്കും ദൈവം ന്യായവിധി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ദൈവം മരണാനന്തര ന്യായവിധി വെച്ചിട്ടുണ്ടെന്ന് സകല മതങ്ങളും പഠിപ്പിക്കുമ്പോൾ, എല്ലാ മത നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഈ സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. നമ്മളോട് ചെയ്തു കൂട്ടുന്ന പാപപ്രവൃത്തികളെ നമ്മൾ സന്തോഷിക്കരുത്. ഹല്ലേലൂയ. മറ്റൊരുവൻ്റെ ജീവനെ തകർക്കുന്ന, മറ്റൊരുവൻ്റെ ശരീരത്തെ, മറ്റൊരുവൻ്റെ കുടുംബത്തെ തകർക്കുന്ന പാപപ്രവൃത്തികളിൽ നിന്ന്, തിന്മ പ്രവൃത്തികളിൽ നാം ഒഴിവുള്ളവരായി മാറണം. നാം ദൈവത്തിന് നന്മ ചെയ്യുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ന്യായവിധി എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയരെ, സകല മനുഷ്യരും ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റുകാരാണ്. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യരും ദൈവസന്നിധി തെറ്റുകാരാണ്. ആർക്കും സ്വയം നീതീകരിക്കാൻ കഴിയത്തില്ല. സ്വയം നീതിമാനെന്ന് പറയുവാനും ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. സകല മനുഷ്യരും ദൈവസന്നിധി തെറ്റുകാരാണ്. സകല മനുഷ്യൻ ദൈവസന്നിധി കുറ്റം ചെയ്തവനാണ്. അപ്പോൾ കുറ്റം ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളത് ലോക നിയമമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഒരുവൻ കുറ്റം ചെയ്താൽ, ഒരുവൻ പാപം ചെയ്തവനെ, കുറ്റം ചെയ്യുന്നവനെ ഇവിടുത്തെ നിയമപാലകർ അഥവാ പോലീസ് അവരെ കണ്ടുപിടിച്ച് കേസെടുത്ത് അവരെ ശിക്ഷിക്കുക. അല്ലെങ്കിൽ പോലീസ് അവരെ ആ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലാക്കി, കോടതി അവരെ ശിക്ഷിച്ച് ആ തെറ്റിന് അവർ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മുടെ കാണുന്നതാണ്. അത് ലോക സംഭവമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ പ്രിയരേ, സ്തോത്രം, നാം ദൈവസന്നിധി തെറ്റുകാരാണ്, കുറ്റക്കാരാണ്. നാം ചെയ്ത സകല കുറ്റങ്ങൾക്കും സകല തെറ്റുകൾക്കും, ഹല്ലേലൂയ, നാം ദൈവസന്നിധി കണക്ക് പറയേണ്ടി വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പം ന്യായവിധി നമുക്കുണ്ട്. ന്യായവിധി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദര സഹോദരി, മറന്നു പോകരുത്. അനുദിന ജീവിതത്തിൽ പാപം നിങ്ങളിലേക്ക് വരുമ്പോൾ, പാപത്തിൻ്റെ പ്രവൃത്തികൾ വരുമ്പോൾ, അതിനെ നിങ്ങൾ വിട്ട്, അതിൽ നിങ്ങൾ പിന്തിരിഞ്ഞ് നിങ്ങൾ നേരായ പാതയിലേക്ക് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കണമെന്നാണ് പരസ്പരം നാം മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതേപോലെ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്കിതൊക്കെ കേട്ടാലും ഒന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. സ്തോത്രം. കാരണം ചെവി കൊടുക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ്. കാരണം ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങൾ നമ്മുടെ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് പാപത്തെ ഉപേക്ഷിച്ച് നന്മയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വചനമൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പരസ്പരം നഷ്ടപ്പെടുന്നവരെ ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ നഷ്ടപ്പെടുന്നിടം വരെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല, അറിയത്തില്ലേ? കാരണം മരിച്ച ശേഷം നമ്മളെ ആർക്കും അറിയത്തില്ല. മരിച്ച ശേഷം മരിച്ച വ്യക്തിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, മരണം ഇവിടെ സംഭവിക്കുന്നതിന് മുമ്പാണ് നാം നമ്മെക്കുറിച്ച് തിരിച്ചറിയേണ്ടത്. സ്തോത്രം. നാം ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അത് തന്നെയാണ് പറയുന്നത്. അപ്പം ദൈവം ദൈവം സകല പാപികളെ ന്യായം വിധിക്കും. അത് ദൈവവചനത്തിൻ്റെ നിയമമാണ്. ദൈവവചനത്തിൻ്റെ നിയമമാണ്. അത് സകല പാപികളെയും കുറ്റം ചെയ്ത സകലരെയും ദൈവം ന്യായം വിധിക്കുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്ന സമയത്തെ ഞാൻ നിങ്ങളും നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നിയമം നാം മനസ്സിലാക്കണം. താൻ നിയമിച്ച യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു എന്നാണ് വേദപുസ്തകം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സ്തോത്രം.
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അറിയാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സകലരെ ന്യായം വിധിക്കാൻ ദൈവം ഒരു ദിവസം വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് നമുക്കത് ഉറപ്പായിട്ട് ദൈവം വ്യവസ്ഥ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപജീവിതം വിട്ടിട്ട് ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ വിട്ടിട്ട്, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ വിട്ടിട്ട് ദൈവഹിതം തിരിച്ചറിയുന്നെങ്കിൽ, സ്തോത്രം, ദൈവഹിതം മനസ്സിലാക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിങ്ങൾക്ക് ഒഴിവുള്ളവരായി മാറാൻ കഴിയും. അല്ലേ? അപ്പം പാപം നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നമ്മെ നശിപ്പിച്ച് കളയരുത്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ നമ്മെ നശിപ്പിച്ച് കളയരുത്. കണ്ണിന് ഇഷ്ടപ്പെടുന്ന വഴി എല്ലാം നിങ്ങൾ കാണരുത്. നിങ്ങൾക്ക് രസകരമാകുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കരുത്. അല്ലേ? അതുകൊണ്ട് പറയും സ്തോത്രം, വലിയ സകല മനുഷ്യരും ദൈവം ന്യായം വിധിക്കും എന്നുള്ളതാണ്. അപ്പം ന്യായവിധിക്കായിട്ട് ദൈവം സകലരെ, മരിച്ചുപോയ സകലരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അല്ലേ? ദൈവത്തിൻ്റെ ന്യായവിധിക്കായിട്ട് മരിച്ചുപോയ സകല മനുഷ്യനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ആർക്കും അതിനകത്ത് ഒഴിവില്ല. സ്തോത്രം. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു യാഥാർത്ഥ്യം വേദപുസ്തകം പഠിപ്പിക്കുമ്പോഴാണ് പലരും പറയുന്നത് മരണം കൊണ്ടെല്ലാം അവസാനിച്ചു, മരണാനന്തരം പിന്നെ ഒന്നുമില്ലെന്ന്. അങ്ങനെയല്ല പ്രിയരെ, മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. മരണം മറ്റൊന്നിൻ്റെ തുടക്കമാണ്. മരിച്ചുപോയ സകലരെയും ദൈവം ന്യായവിധിക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുള്ള ദൈവവചന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് നന്മ ചെയ്തവൻ ജീവനായും തിന്മ ചെയ്തവൻ ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നുവെന്നാണ്. അപ്പോൾ സകലരും ഇവിടെ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിന് മുകളിലോട്ട് ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ കാണുന്നത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും. ഹല്ലേലൂയ. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നുവെന്ന് വേദപുസ്തകം നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നാം ദൈവ ഭയത്തോടുകൂടി ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, പ്രമാണം അനുസരിച്ച്, വചനത്തിൻ്റെ വ്യവസ്ഥ തെറ്റിക്കാതെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ശക്തമായിട്ട് ഇടപെടുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം താൽക്കാലികമാണ്. താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം വലിയ ഏറിയ 70 80 അല്ലെങ്കിൽ അല്പം കൂടെ മുമ്പോട്ട് പോകും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അനവധി തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അനവധി പാപ സ്വഭാവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അടുക്കുവാൻ കഴിയാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയാതെ, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ പാപ ജീവിതത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ജീവിതം സമർപ്പിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയണം. പാപങ്ങളെ ഏറ്റുപറയണം. അപ്പോൾ ഈ ന്യായവിധി നമുക്ക് വരുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. സകലരെയും ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ ന്യായവിധിയിൽ അകപ്പെട്ട് ഞാനും നിങ്ങളും നിത്യശിക്ഷയ്ക്ക് യോഗ്യരായി മാറാതെ ഈ ഭൂമിയിൽ വെച്ചാണ് നാം പാപത്തിന് പരിഹാരം വരുത്തേണ്ടത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ്റെ പാപപരിഹാരം ആ മനുഷ്യൻ സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട സംഭവമാണ്. എൻ്റെ പാപത്തെ മറ്റൊരാൾക്കും മോചിക്കാൻ കഴിയത്തില്ല. എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് തന്നെയാണ് ബോധ്യം വരേണ്ടത്. രക്തം ചെയ്യാൻ ഹല്ലേലൂയ. പക്ഷേ ഞാനൊരു പാപിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോൾ, ഞാനൊരു പാപിയാണെന്നുള്ള ചിന്ത എന്നിൽ വരുമ്പോൾ, ഹല്ലേലൂയ, മനസ്സാക്ഷി എന്നെ കുറ്റം വിധിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ദൈവസന്നിധിയിലേക്ക് വീഴുവാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവസന്നിധി എന്നെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ, ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ, സ്തോത്രം, എനിക്ക് ആ പാപമോചനം ലഭിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് സകല മനുഷ്യർക്കും. ഹല്ലേലൂയ.
നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അത് നാം നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ എന്തിനാണ് ഈ ഭൂമി ജനിച്ചത്? ഞാൻ എന്തിനാണ് ഈ ഭൂമി ജീവിക്കുന്നത്? എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് എല്ലാ ദിവസങ്ങളും ചിന്തിക്കണം. നമ്മൾ എന്തിനാണ് ജനിച്ചത്? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? പാപം ചെയ്യുവാനാണോ? അല്ല. പാപത്തിൻ്റെ ഇഷ്ടങ്ങളിൽ പോകാനാണോ? അല്ല. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഈ ലോകത്ത് ജനിച്ച് പാപം ചെയ്ത് പാപത്തിൻ്റെ ഇഷ്ടങ്ങളിലൂടെ പോവുകയാണ്. എന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് അതല്ല. ദൈവകൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച്, ഹല്ലേലൂയ, ദൈവിക വ്യവസ്ഥയും ദൈവത്തോടുള്ള കൂട്ടായ്മയും നാം ജീവിക്കണമെന്നാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ജനിച്ചതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. പാപം ചെയ്യുവാനല്ല, പാപജീവിതം നയിക്കാനുമല്ല, വിശുദ്ധ ജീവിതം നയിക്കാനാണ് യേശു നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയരെ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, സ്തോത്രം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നുള്ളത്. ഹല്ലേലൂയ. അതെ, യേശു ക്രിസ്തു വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധനായിരിക്കണം. നമുക്കറിയാം 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യമൊക്കെ ആണെന്നും നമ്മൾ വായിക്കുമ്പോഴുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഒരു വിശുദ്ധൻ എന്ന അനുഭവത്തിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പാപത്തെ നമ്മൾ ഉപേക്ഷിക്കും. പാപത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ പോകത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ മരണം യാഥാർത്ഥ്യമായിരിക്കുന്ന പോലെ തന്നെ ന്യായവിധിയും യാഥാർത്ഥ്യമാണ്. അതിൽ ആർക്കും ഒഴിഞ്ഞു പോകാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന പ്രിയ സ്നേഹിത, ആമേൻ, ദൈവത്തിൻ്റെ വചനം ന്യായവിധിക്ക് ശേഷം അഗ്നിയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക, ആമേൻ, തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഇതിനെയാണ് രണ്ടാമത്തെ മരണം അഥവാ നരകം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരിക്കലും മോചനമില്ല. ഹല്ലേലൂയ. അപ്പം ന്യായവിധിക്ക് ശേഷമായിട്ട്, മനുഷ്യനെ ന്യായം വിധിച്ചതിന് ശേഷമായിട്ട്, ആമേൻ, തെറ്റ് ചെയ്ത സകല കുറ്റക്കാരെയും ദുഷ്ടന്മാരെയും ആമേൻ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്ന് വേദപുസ്തകം നമ്മെക്കുറിച്ച്, ഹല്ലേലൂയ, നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പം കാണുന്ന വെളിപ്പാട് പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 20-ാം അധ്യായം അതിൻ്റെ 11 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആ ഭാഗത്തിലേക്ക് കടന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും മാറിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ആബാലവൃത്തം ജനങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു എന്നുള്ളത്. അപ്പോൾ ഇന്ന് പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ ആമീൻ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. കണ്ടോ, മരിച്ചവർക്ക് അതനുസരിച്ച് ന്യായവിധി ഉണ്ടായെന്ന. അപ്പോൾ നമ്മൾ ചിന്തിച്ചല്ലോ, ഹല്ലേലൂയ, വെള്ളത്തിൽ വീണ് മരിച്ചവരും, കടലിൽ, ഹല്ലേലൂയ, കപ്പലപകടത്തിൽ മരിച്ചവരും, വിമാനം തകർന്ന് കടലിൽ വീണ് മരിച്ചവരൊക്കെ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചും വേദപുസ്തകം പറയുകയാണ്. ആ ഭാഗത്ത് തന്നെ കിടപ്പുണ്ട്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തെന്ന്. അത് സമുദ്രങ്ങളിൽ മരിച്ചു പോയതുപോലും നമ്മൾ കണ്ടിട്ടില്ലാത്തത്, കരയ്ക്ക് കിട്ടാത്തത് പോലും എന്ത് ചെയ്യും? സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, മരണത്തിൽ നിന്ന് ആർക്കും ഒഴിവില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണം നമ്മെ പിടിക്കുന്നതിന് മുമ്പ്, നാം മരണത്തിൽ ചെന്ന് വീഴുന്നതിന് മുമ്പ്, മരണം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ടതാണ് മരണത്തെ നമുക്ക് അതിജീവിക്കണം. ന്യായവിധിയെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയണം. രക്തം ചെയ്യാം, ഹല്ലേലൂയ. അപ്പം ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ നിഷേധിക്കുവാൻ കഴിയരുത്. നിഷേധിച്ച് കളയരുത്. അപ്പം എന്താണ് വായിച്ചത്? സ്തോത്രം, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് അടുത്ത വിധി ഉണ്ടായി എന്നുള്ളതാണ്. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് അടുത്ത വിധി ഉണ്ടായി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പം മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പം എന്താണ് സംഭവിച്ചത്? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം എന്നിവിടെ രേഖപ്പെടുന്നത്. അതേപോലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് വേദപുസ്തകം പറയുന്നതാണ്. മനുഷ്യൻ പറഞ്ഞ വാക്കുകളല്ല, ഇത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം ഞാൻ നിങ്ങളും വായിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കർത്താവിനോട് കൂടെയാണോ ജീവിക്കുന്നത്? കർത്താവിനോട് കൂടിയാണോ നിങ്ങൾ നടക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചാണോ, പ്രമാണം അനുസരിച്ചാണോ ജീവിക്കുന്നത്? നിങ്ങളെ തന്നെ
തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. കാരണം മരണം കൊണ്ട് താങ്കളുടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണാനന്തര ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം നിത്യമായി സ്വർഗത്തിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണമെങ്കിൽ ദൈവത്തിന് വിശുദ്ധമായത്, ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമൊക്കെ പറയുന്നത് എന്താണ്? ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ, സ്തോത്രം, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന്. അപ്പോൾ എല്ലാ ദിവസങ്ങളും എന്താണ്? നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തോട് നാം അനുരൂപപ്പെടരുത്. ഈ ലോകം ചെയ്യുന്നത്, ഈ ലോകം കാണിക്കുന്ന, ഈ ലോകം പോകുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുതെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുവാൻ കഴിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളാണ്. ദൈവവചനം നാം പഠിക്കുമ്പോൾ ദൈവവചനത്തിനകത്ത് സത്യത്തിലേക്ക് മടങ്ങി വരണം. വചനം യാഥാർത്ഥ്യമാണ്, വചനം സത്യമാണ്. വചനത്തിനകത്ത് ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയണം. വചനത്തിനകത്തോ ഞാൻ നിങ്ങൾ പിന്നോക്കം പോകരുത്. അപ്പം വചനത്തെ അനുസരിക്കണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മരണാനന്തര ജീവിതം നമുക്കുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിലെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യയിലെത്രേ. അത് 2-ാമത്തെ മരണം വീണ്ടും രേഖപ്പെടുത്തിയ. അപ്പം അതിനെ പറയുന്നത് ഭീരുക്കൾ. ഹല്ലേലൂയ. ഭീരുക്കൾക്കൊന്നും സ്വർഗ്ഗത്തിപ്പാൻ പറ്റത്തില്ല. സ്തോത്രം. അവിശ്വാസികൾക്ക് സ്വർഗ്ഗത്തിപ്പാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അറയ്ക്കപ്പെട്ടവരും കൊലപാതകരും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദുർനടപ്പുകാരും, ക്ഷുദ്രക്കാരും, ബിംബാരാധികളും എന്നിവർക്കൊക്കെ എന്നിവരും പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയാണെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഈ ലോകത്തിൻ്റെ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചുകളാം. ഈ പാപത്തെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ട് നടക്കരുത്. യേശുവിനെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മതത്തെ വിശ്വസിക്കുക എന്നുള്ളതല്ല. മാനകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം നൽകുന്ന രക്ഷകനെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിനെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതുകൊണ്ട് മതം മാറി എന്നൊരർത്ഥമില്ല. ഹല്ലേലൂയ. യേശു നമ്മുടെ രക്ഷകനാണ്. പാപത്തിൽ നമ്മെ രക്ഷിച്ചവനാണ്. പാപത്തിൽ നമുക്ക് മോചനം നൽകുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, തെസ്സലോനിക്ക ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. ഹല്ലേലൂയ. സ്തോത്രം. 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുമെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, ഹല്ലേലൂയ, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കഴിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യമായി വെളിപ്പെടുവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 12-13 വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇവിടെ ദൈവവചനമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മരണത്തിന് ശേഷം ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നും മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് മരിച്ചവരെ സ്വർഗത്തിൽ എത്തിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ചില സിദ്ധാന്തങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ വെറും മിഥ്യാധാരണയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. മരണാനന്തരം ഒരു മനുഷ്യന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്താലും അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളിൽ മനുഷ്യൻ ജീവനോടെ
ഇരിക്കുമ്പോഴാണ് പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവിക ന്യായവിധിയിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആമേൻ. സ്തോത്രം. നാം ശരീരവും ആത്മാവും തമ്മിൽ വേറും പിരിഞ്ഞ ശേഷം മാനസാന്തരപ്പെടുവാൻ ആർക്കും കഴിയത്തില്ല. അല്ലെങ്കിൽ മരണാനന്തരം നമ്മുടെ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മെ വീണ്ടും ശുദ്ധീകരണത്തിലൂടെ നമ്മെ സ്വർഗത്തിലെത്തിക്കുമെന്ന് നാം പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല പഠിത്തങ്ങളും അങ്ങനെ ഉള്ളപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. വലിയ സ്തോത്രം. ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിഞ്ഞ ശേഷം മാനസാന്തരപ്പെടുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അതിൽ രണ്ട് സ്ഥലത്തേക്ക് മാറി. പിന്നെ എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത്? ഇത് ജീവനോടുകൂടി ഇരിക്കുമ്പോഴാണ്. ശരീരവും ആത്മാവും തമ്മിൽ ഒന്നിച്ച് വസിക്കുന്ന സമയത്താണ് നാം പാപങ്ങൾ ഏറ്റുപറയേണ്ടത്, പാപത്തിന് ശുദ്ധീകരണം വരുത്തേണ്ടത്. ഇത് രണ്ടും കൂടെ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരത്തിന് അവിടെ പ്രശസ്തിയില്ല, മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരട്ടെ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് തക്കവണ്ണം ചെയ്തതിന് തക്കവണ്ണം നാം ദൈവത്തിന് നിൽക്കേണ്ടി വരും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കാൻ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് നാം പാപത്തെ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ സ്തോത്രം നാം ദൈവത്തിന് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. കഴിവുകൾ നിങ്ങൾക്ക് അനേകം ഉണ്ടായിട്ടും അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. മനുഷ്യർക്ക് പല കഴിവുകളുണ്ട്. ചിലർക്ക് ഭയങ്കര കഴിവുകളാണ്, ഭയങ്കര പ്രാപ്തിയാണ്, ഭയങ്കര അറിവാണ്, എല്ലാത്തെക്കുറിച്ചും വലിയ ഒരു പരിജ്ഞാനമൊക്കെ. പക്ഷെ അതുകൊണ്ടൊക്കെ നല്ലതാണ്. പക്ഷേ സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒരു നല്ല അറിവുണ്ടാകണം. ലോകപരമായിട്ട് നമുക്കൊരു അറിവ് കിട്ടിയതുകൊണ്ട് നമുക്ക് ആത്മീയമായ അറിവ് കിട്ടണമെന്നില്ല. ആത്മീയമായ അറിവ് കിട്ടണമെങ്കിൽ നാം ദൈവവചനത്തിലേക്ക് തന്നെ മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എല്ലിയ ലോകത്തിൽ നിങ്ങൾ ഒരുപാട് അറിവ് സമ്പാദിച്ചേക്കാം, ലോകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവ് ഉണ്ടായേക്കാം, ലോകത്തിൽ നിങ്ങൾക്ക് പലതും തിരിച്ചറിയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ആത്മീയമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം. താങ്കൾ മരിക്കുമെന്നൊരു അറിവ് താങ്കൾക്കുണ്ടായിരിക്കണം. മരണാനന്തരത്തിലേക്ക് ന്യായവിധിയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. മരണാനന്തര ന്യായവിധിയും അതിനുശേഷം ദൈവം നിയമിച്ചിരിക്കുന്ന നരകവും സ്വർഗവും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ നിങ്ങൾ ആത്മീയമായ അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. രക്തം ചെയ്യും. വലിയ പ്രേക്ഷകരോട് ഇപ്പം നമുക്കൊരുപാടൊക്കെ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അറിവുള്ളപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും തിരിച്ചറിയണം. വലിയ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവത്തോടുള്ള കൂട്ടായ്മയുള്ള ബന്ധവും ദൈവ സ്നേഹവും അതിൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക സമാധാനവും നമ്മൾ തിരിച്ചറിയണം. വലിയ പത്രോസ് അപ്പോസ്തലനൊക്കെ പറയുന്ന പോലെ നമ്മൾ ചിന്തിച്ചാൽ എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളൊരു നിർമ്മതരുമായിരിക്കാനാണ് പറയുന്നത്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതെ, അല്ലെങ്കിൽ ഈ കാണുന്ന സംഭവങ്ങൾ, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ള നിർമ്മതരുമായിരിക്കണം. അല്ലെങ്കിൽ അതേപോലെ ഒരു പാപി മരണാനന്തരം നിത്യമായ യാതനാ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു പാപി മരണാനന്തരം നിത്യമായ യാത്രാ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് രക്ഷ പ്രാപിക്കാൻ യാതൊരു മാർഗവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരു പാപി മരിച്ചാൽ പാപിയുടെ മരണാനന്തരം ആ പാപി നിത്യമായ യാതന സ്ഥലത്താണ് ചേരുന്നത്. അവിടെ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ, അവിടെ നിന്ന് ആ വ്യക്തിയെ രക്ഷിപ്പാൻ ആർക്കും കഴിയില്ലെന്ന് വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം പഠിക്കുമ്പോൾ 24-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് ധനവാന്റെയും ലാസറിന്റെയും ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരിക. ധനവാന്റെ ആത്മാവ് യാതന സ്ഥലത്തേക്ക് പോയി. അവൻ അവിടെ കിടന്ന് ഇന്നും യാതന അനുഭവിക്കുക. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു വിളിച്ചു പറയുക. ധനവാന്റെ ലാസറിനെ കൂടെ കഥ പഠിച്ചാൽ ഈ ധനവാൻ ഇവിടെ നന്നായിട്ട് ജീവിച്ചയാണ്. പക്ഷേ താൻ മരിച്ചു കഴിഞ്ഞപ്പോൾ യാതന സ്ഥലത്തേക്ക് പോയി. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിവിടെ കിടന്ന് യാതന ഈ തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. നല്ലൊരിയ സ്തോത്രം. നല്ലൊരിയ. അപ്പം ധനവാന്റെ അപേക്ഷകൾ നിഷ്കരണം അബ്രഹാം പിതാവ് തള്ളിക്കളഞ്ഞുവെന്ന് ഇത് യേശു കർത്താവ് പറഞ്ഞ വാക്ക്. അല്ലേലിയ. ധനവാൻ അവിടെ ഒന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കം തിന്ന് അവിടെ കിടന്ന് ലാസർ മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക്
മടിയിലേക്ക് പോയെന്നുള്ളതാണ്. അബ്രഹാം പിതാവിൻ്റെ മടിയിലെത്തി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങളുടെ ആത്മജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ കോടികൾ സമ്പാദിച്ചേക്കാം, ഇവിടെ നിങ്ങൾക്ക് കോടികൾ ഉണ്ടായിരിക്കാം, പണവും പ്രതാപവും സ്ഥാനവും മാനവും പേരും പ്രശസ്തിയും കിരീടവും ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ കിരീടം വെച്ച രാജാവായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. പക്ഷേ മരണാനന്തരം നിങ്ങളുടെ ജീവിതം എവിടെയാണെന്ന് ഒരു ബോധ്യം ഉണ്ടാകണം. ഒരു മനുഷ്യൻ ഈ സർവ്വലോകവും നേടിയിട്ടുണ്ട്, അവൻ്റെ പ്രാണനെ, എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കി അവൻ എന്ത് പ്രയോജനമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരി, ദൈവോധനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ അത് മരണാനന്തരം ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിലൂടെ നാം എല്ലാവരും കടന്നു പോകേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് നിത്യമായി സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഈ ഭൂമി നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപത്തെ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തിന് ശുദ്ധീകരണം വരുത്തി, കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന സ്വീകരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയും വേർപാടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിക്കാണ് നിത്യമായ സ്വർഗം ലഭ്യമാകുന്നത്. ഹല്ലേലൂയ. ഇപ്പം ഒരുപാട് പേര് യേശുവിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും യേശുവിലേക്ക് വരുന്നുണ്ട്. കാരണം വരുന്നത് എല്ലാവരും യേശുവിലേക്ക് വരും. ചിലർക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി വരുന്നതാണ്, ചിലർക്ക് വീട് വെക്കാനും, ചിലർക്ക് സ്ഥലം വാങ്ങാനും, ചിലർക്ക് കടം തീരാനും, ചിലരുടെ ബിസിനസ്സിലെ പരാജയങ്ങളൊക്കെ വരുമ്പോഴും ചിലരുടെ മക്കളുടെ അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യം പലരും യേശുവിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം വന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ മടങ്ങിപ്പോകുന്നവരാണ്. അങ്ങനെയുള്ളവർക്കൊന്നും സ്വർഗത്തിലെത്താൻ കഴിയത്തില്ല. സ്തോത്രം പ്രിയരെ. പാപി തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് പോകരുത്. സങ്കീർണ്ണക്കാരൻ 1:1 ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്ത് ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്തോട് കൂട്ടുകൂടാൻ പാടില്ല. നിങ്ങൾ ലോകത്ത് ജീവിച്ചാൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ കൂട്ടുകൂടരുത്. ലോകം പറഞ്ഞ് നിങ്ങൾ പോകരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പോഷ്ക്ക് പറയുന്നവനല്ല. പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷാവിധി എന്ന് പറയുന്ന സത്യമായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയ വേദപുസ്തകം ഒരിക്കലും പോഷ്ക്ക് പറയത്തില്ല, വിശുദ്ധ ബൈബിൾ പോഷ്ക്ക് പറയത്തില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനങ്ങൾ സത്യമാണ്. ഈ വചനങ്ങൾ യാഥാർത്ഥ്യമാണ്. ഇതിവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് നമ്മളിന്ന് പ്രാർത്ഥിച്ച മരണം യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ തന്നെ മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്. ന്യായവിധി എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ വിട്ടിട്ട്, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അതേ കാലവൻ്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു. കാലവൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തൻ്റെ സഭയെ ചേർക്കുവാൻ, ദൈവം തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാൻ സമയമായി. കർത്താവിൻ്റെ കാഹളം മുഴുവൻ സമയമായി. ഇന്ന് പകൽ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കത്തോടു കൂടി ആണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് നിത്യമായ സന്തോഷം പ്രാപിക്കാൻ കഴിയുമല്ല. നിങ്ങൾ പാപത്തെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പാപം വിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ന്യായവിധിയെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പ്രൈസിലോടല്ലേ തീയും വികതവും കത്തുന്ന തീപ്പൊയിലേക്ക് നിങ്ങൾ തള്ളപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഇത് പകൽ പ്രിയനെ യേശു കർത്താവിനെ രക്ഷകനും പിതാവുമായി സ്വീകരിക്കുവാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പാപം ഏറ്റുപറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവേ, എൻ്റെ പാപത്തിന് പരിഹാരം നൽകണമേ, എൻ്റെ പാപത്തിനെ വിടിവിക്കണമേ, എൻ്റെ ശാപത്തിനെ വിടിവിക്കണമേ. എനിക്ക് ആ നിത്യതയിൽ അങ്ങയോടൊപ്പം വാസം ചെയ്യുവാൻ, നിത്യതയിൽ അങ്ങോടൊപ്പം ജീവിക്കുവാൻ യേശു എനിക്കുള്ള കൃപ നൽകണമേ. എൻ്റെ കഴിഞ്ഞകാല ജീവിത പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ സന്നിധിയെ സമർപ്പിക്കുകയാണ്. ആ രക്തം കൊണ്ട് എന്നെ കഴുകിയൊന്ന് ശുദ്ധീകരിക്കണം. അങ്ങ് ഈ ലോകത്തിൽ വന്നതും, അങ്ങ് ഈ ലോകത്തിൽ കഷ്ടത അനുഭവിച്ചതും മരിച്ചതും എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരു ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി മാറും. എല്ലാ കണ്ണുകളുടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി കർത്താവ് സകല ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. മരണം യാഥാർത്ഥ്യമായിരിക്കുന്ന പോലെ തന്നെ മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്. മരണാനന്തര മനുഷ്യൻ ന്യായവിധി ദൈവം നിയമിച്ചിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ആർക്കും കഴിയാത്തതുപോലെ സകല മനുഷ്യ ന്യായവിധിക്ക് വേണ്ടി ദൈവം കർത്താവ് ജീവിപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കും. അന്ന് കർത്താവ് ആ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ഒളിച്ചോടാൻ
ആർക്കും കഴിയില്ല എന്ന് ഈ ജനം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ച് ശാപങ്ങൾ വിട്ട് മനുഷ്യൻ്റെ ലോക ജീവിത സുഖങ്ങൾ വിട്ട് കർത്താവിലേക്ക് മടങ്ങി വരുവാൻ യേശുക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. കർത്താവ് ഇത് പകൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ഹൃദയത്തിനകത്ത് കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ, ഈ ലോകത്തിൽ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. ഈ ജനത്തോട് കരുണ കാണിക്കണം. ഞങ്ങൾ ലോകം കടന്നു പോകുന്ന പാപത്തിൻ്റെ സ്വഭാവത്തിൽ ജനത്തെ വിടിവിക്കണമേ. തിരിച്ചു കർത്താവ് സകല ജനത്തെ ഇത് പകൽ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെ മേലുള്ള ദൈവമേ, ആ പാപ സ്വഭാവം വിട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ സകല ജനത്തെ ഒരുക്കണം. കേരളത്തിന് വേണ്ടി കേരളത്തിന് 14 ജില്ലകളിലും കഴിഞ്ഞ നാളുകളായി നടക്കുന്ന അക്രമങ്ങളും അരാജകത്വം കൊലപാതകങ്ങളും പിടിച്ചുപറിയും മോഷണവും വ്യഭിചാരവും പരസംഗവും വിഗ്രഹാരാധനയും കർത്താവി സ്തോത്രം സകലമായി ഹീനമായി പ്രവൃത്തികൾ വെട്ടിജനം മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന സ്ത്രീധനത്തിൻ്റെ വീട്ടിലും കർത്താവ് മറ്റു സമ്പത്തിൻ്റെ വീട്ടിലും കർത്താവ് അനുദിന കലശൽ കൂട്ടുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ വീട്ടിലും മതത്തിൻ്റെ വീട്ടിലും എന്ന് വേണ്ട സകല വിധത്തിലും കർത്താവ് തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ജനം മടങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കും. ഇന്ത്യ രാജ്യത്തോട് പ്രാർത്ഥിക്കും. 29 സംസ്ഥാനങ്ങളിൽ 7 കേന്ദ്രപ്രദേശങ്ങളിൽ 138 കോടിയോളം വരുന്ന ജനത്തിനായി ഞങ്ങൾ അധികാരവർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സകല അധികാരികളെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സകല ജനത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ രാജ്യങ്ങളോട് പ്രാർത്ഥിക്കും. 7 വൻകരയിൽ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യം, ഓസ്ട്രേലിയൻ രാജ്യങ്ങൾ, കർത്താവ് എല്ലാ രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. സകല ജനത്തിൻ്റെ ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. പാപം വിട്ടൊഴിഞ്ഞ് ശാപം വിട്ടൊഴിഞ്ഞ് കർത്താവ് ജനം ദൈവത്തിലേക്ക് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ ജനത്തിന് സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണമേ. കർത്താവ് രാജ്യത്തെ പ്രധാനം ചെയ്യുന്ന പ്രധാനമന്ത്രിക്കായി പ്രസിഡന്റായി പ്രാർത്ഥിക്കും. ഉപരാഷ്ട്രപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾ കർത്താവ് ക്രമസമാധാന പാലകർ, പോലീസിൻ്റെ വിവിധ വകുപ്പുകൾക്കായി പ്രാർത്ഥന, ജുഡീഷ്യറി, സുപ്രീം കോടതി, ഹൈക്കോടതി, ജസ്റ്റിസ്, മുനിസിപ്പൽ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് കോടതികൾ, ഉപഭോക്തൃ കോടതികൾ, കുടുംബ കോടതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. CBI കോടതി, റെയിൽവേ കോടതി, എല്ലാ ചീഫ്സ്, എല്ലാ ജഡ്ജിമാർ, അഭിഭാഷകന്മാർ, ജനറൽമാർ, കോടതിമാർ, എല്ലാ ജീവനക്കാരെയും, പോലീസിൻ്റെ വിവിധ വകുപ്പുകൾ, എക്സൈസ് ഫോഴ്സ് വിഭാഗങ്ങൾക്കായി, മോട്ടോർ വകുപ്പിനായി, ക്രൈംബ്രാഞ്ച്, CBI, എൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എല്ലാ മേഖലയിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ. കർത്താവ് കരസേന, വ്യോമസേന, നാവികസേന മേധാവികളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖല കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിർത്തികൾക്കാക്കുന്ന BSFനായി അതിർത്തി രാജ്യങ്ങൾ ഓർക്കുന്നു. അതിർത്തികൾ താമസിക്കുന്നതോടൊത്ത് പ്രാർത്ഥിക്കുന്നു. CRPFനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവ് അവരെല്ലാം ദൈവം സൂക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതിർത്തികൾ കാക്കുന്ന എല്ലാവരും വേണ്ടി ദൈവ സാന്നിധ്യം വഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ സൂക്ഷിക്കണമേ. കർത്താവ് സ്തോത്രം. ലോകസഭ, രാജ്യസഭ MPമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാബിനറ്റ് ബന്ധ സഹമന്ത്രിമാരോട് പ്രാർത്ഥിക്കുന്നു. നിയമ വിദഗ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. IAS, ISF, IPS, ISF രംഗം നിൽക്കുന്നവർക്കായി പ്രാർത്ഥന. എല്ലാ സിവിൽ ഉദ്യോഗസ്ഥന്മാരെ ദൈവം ഏൽപ്പിക്കുകയാണ്. രാജ്യസഭ, ലോക്സഭ സ്പീക്കർമാർ, നിയമസഭാ സ്പീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർമാരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഹല്ലേലൂയ, താലൂക്ക്, ബ്ലോക്ക്, കർത്താവ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കളക്ടർമാരെയും എല്ലാ ഗവർണർമാരെയും പ്രാർത്ഥന, എല്ലാ മുഖ്യമന്ത്രിമാരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവ് പ്രിയപ്പെട്ടവരും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലരും ദൈവത്തിൻ്റെ സാന്നിധ്യം കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വർക്ക് ചെയ്യുന്ന കർഷക മേഖലയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ മേഖലയോട് ഡോക്ടർമാർ, നഴ്സുമാർ അടക്കമെല്ലാം മെഡിക്കൽ ഭാഗത്തെ ഓർക്കുകയാണ്. എല്ലാവരും വേണ്ടി ദൈവ സാന്നിധ്യം വഹിക്കണമേ. അല്ലെങ്കിൽ വിവിധ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥന, സാമൂഹിക സാംസ്കാരിക സംഘടന രംഗം നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പത്രപ്രവർത്തകരോട് പ്രാർത്ഥിക്കുകയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചാരിറ്റി വർക്ക് ചെയ്യുന്നവർക്കായി സന്നദ്ധ സംഘടനകളെ ഓർത്ത് ചലച്ചിത്ര മേഖലയിലായിരിക്കുന്നവർക്കായി എല്ലാ മേഖലയുടെ ശുദ്ധീകരണം നടക്കുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് യാചകർക്ക് വേണ്ടി നിരാലംബരും വിവൃത്തരും അശ്വരന് വായിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓർഫനേജിലായിരിക്കുന്നവർക്കായി, ഓൾട്ടേജ് ഹോമിലായിരിക്കുന്നവർ പ്രാർത്ഥിക്കും. ജുവനൽ ഹോമിൽ തടവറയിലായിരിക്കുന്നവർ എല്ലാം ഞാൻ ഓർക്കുകയാണ്. ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടി വഴിയോരങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനേക കുഞ്ഞുങ്ങൾ ബാലവേലയിൽ അകപ്പെട്ടത് അവരെയൊക്കെ വിടിവിക്കണമേ. അനേക കുഞ്ഞുങ്ങൾ കർത്താവ് കഷ്ടതയുടെ കണ്ണതിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നു. അവരെല്ലാം വിടിവിക്കണമായി പ്രാർത്ഥിക്കും. മദ്യവും മയക്കുമരുന്ന്, മാംസ ലഹരി പദാർത്ഥങ്ങൾ എന്നുവേണ്ട വലിയ ചൂതാട്ടങ്ങൾ, കർത്താവ് വലിയ വലിയ ലഹരിക്ക് അടിമകളായിരിക്കും. എല്ലാം വിടിവിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേരളത്തിനകത്ത് വളരെ കർത്താവ് ലഹരി കർത്താവ് കഞ്ചാവ് വേട്ടകൾ നടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും ജനം മാനസാന്തരപ്പെടാതെ ഈ മനുഷ്യൻ വീണ്ടും പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് ഈ പാപ സ്വഭാവ ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വരുവാൻ സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷനായി പ്രാർത്ഥന എല്ലാ മേഖലയിലും കർത്താവ് സാമ്പത്തിക വിദഗ്ധം, ആസൂത്രണം, അധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റെയിൽവേ ജീവനക്കാർക്കായി, ടൂറിസം മേഖല, കായിക മന്ത്രാലയത്തോട് പ്രാർത്ഥിക്കുന്നു. വിദേശകാര്യ വകുപ്പിനായി പ്രതിരോധ വകുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യ അംബാസഡർമാരോട് പ്രാർത്ഥിക്കുന്നു. ചാർട്ടേഡ് അക്കൗണ്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സിവിൽ ഉദ്യോഗസ്ഥന്മാരെ ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും കരിയിൽ കടഞ്ഞു ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർക്കായി, എല്ലാ എയർപോർട്ട് ജീവനക്കാർ, കസ്റ്റംസ്
ഓഫീസർമാരോട് പ്രാർത്ഥിക്കുന്നു, എല്ലാ എയർഹോസ്റ്റസിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. എല്ലാ വാണിജ്യവകുപ്പിനോട് പ്രാർത്ഥിക്കുന്നു, ധനകാര്യവകുപ്പിനായി, പൊതുമരാമത്ത്, ഇലക്ട്രിസിറ്റിയോടായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലൂടെ ശുദ്ധീകരണം നടക്കണമെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേ കർത്താവ് താപാലിനെ കർത്താവ് തങ്ങൾ ടെലഫോണൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഭാഗ്യമേഖലയിൽ ആയിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. പൊതുമേഖല സകലമയിൽ ആയിരിക്കും സകല ജനത്തെയും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കും. ഒന്നിച്ച് ശുദ്ധീകരണം അയക്കണം, സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.